ഞാൻ കൃഷ്ണദാസിലേക്ക് വരികയാണ്. ഇതിപ്പോൾ നന്ദു ഒരു അവതാരകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല. കാരണം തിരുവനന്തപുരം നഗരത്തിൽ താമസിച്ചിട്ട് പോലും എൻ്റെ വീട്ടിൽ ഇതുവരെ BLO വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഏതെങ്കിലും ജോലി സമ്മർദ്ദം എത്രത്തോളമാണെന്ന് താങ്കൾക്ക് പറയാലോ. ഞാനെന്തിനാ അപ്പൊ അവർക്ക് സമ്മർദ്ദം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളടുത്ത് വരണ്ടേ? സമ്മർദ്ദം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരൂ. പിന്നെ സമ്മർദ്ദം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവണ്ടേ? കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടക്കാത്തത്? ആരെ സൂപ്പർവൈസ് സൂപ്പർവൈസ് നോക്കൂ. ഒന്ന് ചോദിച്ചാൽ മതി. ഞാൻ വരുന്നു. എന്താണ് സമ്മർദ്ദം? നേതാക്കൾ കൂടെ സഞ്ചരിക്കുന്നതാണ് സമ്മർദ്ദം. പിന്നെ അപ്പോ അങ്ങനെയൊന്നും ഇല്ലാതെ ഇവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അതും സമ്മർദ്ദമാണ് എന്ന്. സമ്മർദ്ദം CPM നിന്നാണെന്ന് അദ്ദേഹം പറയുന്നു. മറുപടി കൃഷ്ണദാസ്. അതായത് അദ്ദേഹം ഈ BJPയുടെ പ്രതിനിധി, അതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, BJPയുടെ പ്രതിനിധി ഈ കേരളത്തിൽ ബൂത്ത് പിടുത്തം, അട്ടിമറി, ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇത് അദ്ദേഹം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഫ്രീ ആൻഡ് ഫെയറായി എലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നതാണ്. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടക്കൊലകളോ ബൂത്ത് കയ്യേറ്റമോ ഇലക്ഷൻ ഓഫീസേഴ്സിന് പോലും വെടിവെച്ച് കൊല്ലലോ ഇതൊന്നും നടക്കാതെ ഫ്രീ ആൻഡ് ഫെയറായിട്ട് ഇലക്ഷൻ ഇന്ത്യയിൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് അദ്ദേഹം പറയുന്നത്. പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഒരു സമ്മർദ്ദമില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എത്ര 10,000 ഉദ്യോഗസ്ഥരെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയുമോ? അതിന് ആ സന്ദർഭത്തിൽ തന്നെ വീണ്ടും അഡീഷണലായി ഈ പറയുന്ന 10,000 ഉദ്യോഗസ്ഥന്മാരെ SIR വെരിഫിക്കേഷന് വേണ്ടി BMLOമാരായിട്ട് ഇപ്പം തന്നെ അത് ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം എന്താ? ഇപ്പം തന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ആകാശം ഇടിഞ്ഞ് വീഴുമോ? ഡിസംബർ മാസം 23-ാം തീയതി കഴിഞ്ഞിട്ട് ഇത് നടത്തിയാൽ എന്ത് സംഭവിക്കും? ഈ ലോകത്ത് ജനാധിപത്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇതൊരു തരം ദുർവാശിയാണ്. ഈ ദുർവാശി ഇത് നടത്തുന്നത്, ഇങ്ങനത്തെ ഒരു ദുർവാശി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലും ഇത് നടത്താൻ പറ്റുമോ നോക്കാനാണ്. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അദ്ദേഹത്തിൻ്റെ പാർട്ടി BJP ഉൾപ്പെടെ, BJP ആയാലും കോൺഗ്രസ് ആയാലും UDF ആയാലും LDF ആയാലും എല്ലാവരും ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് ഇവരെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു BLO എങ്ങനെ വീടുകളിൽ പോയി ഈ വെരിഫിക്കേഷൻ നടത്തുന്നു, ഇത് ഫോം പൂരിപ്പിക്കുന്നു, ഇതൊക്കെ നോക്കാൻ ഭരണഘടന മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ തന്നെ അധികാരപ്പെടുത്തിയിട്ടുള്ള ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. ഓരോ നാഷണൽ റെക്കഗ്നീഷനുള്ള പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. BJPക്കും ബൂത്ത് ലെവൽ ഏജന്റ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതാ, എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഈ പ്രവർത്തനത്തിൽ എങ്ങനെ പങ്കാളിയാവാൻ പറ്റും? അവരെല്ലാം ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മറവിൽ ഒരു കൃത്രിമം നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നടത്താവൂ എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഈ SIR എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് ചെയ്യേണ്ടതല്ല. SIR ചെയ്യേണ്ടത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് നടത്തേണ്ടതല്ല. അത് നിലവിലുള്ള വോട്ടർ പട്ടിക പുതുക്കുകയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി. അതല്ലേ ഇതുവരെയുള്ള ഇലക്ഷന് മുഴുവൻ. എല്ലാ ഇലക്ഷനും അങ്ങനെ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യം അൺഡെമോക്രറ്റിക് ആണ്, ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ്. BJP ഇന്ത്യൻ ഡെമോക്രസിയുടെ ഐക്കണായി ഇരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ BJPയുടെ ഒരു ഓഫീസ് ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി ഡെമോക്രസിയെ അട്ടിമറിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഞങ്ങൾ കോടതി നിയമപരമായിട്ട് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ്. കോടതി ഇതിനോടൊക്കെ ചെറിയ തോതിൽ പോസിറ്റീവായിട്ടാണ് കോടതി പ്രതികരിച്ചത്. അതല്ലേ കോടതി ബീഹാറിലെ SIR നടപ്പാക്കിയ സമയത്ത് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളവരുടെ പേര് വരെ പ്രസിദ്ധപ്പെടുത്തണം. എന്താണ് റീസൺ, എന്തിനാണ് ഒഴിവാക്കിയതെന്നുള്ളത് പ്രസിദ്ധപ്പെടുത്തണം. ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ എക്സ്പീരിയൻസ് ഇന്ത്യ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
ഏറ്റവും വലിയ ഡെമോക്രസിയുടെ ഐക്കണായിരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഏകാധിപത്യത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയുടെ പ്രതീകമായി മാറുകയാണ് ഇന്ത്യ രാജ്യത്ത്. അതോടുകൂടി ഇന്ത്യയിലെ ജനാധിപത്യം അസ്തമിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതാണ് ഞങ്ങൾ സുപ്രീം കോടതിയിലും പറയുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ ഇത് നിർത്തിവെക്കുകയാണ് വേണ്ടത്. സമ്മർദ്ദമില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാ. ഇവർക്കൊക്കെ വേറെ ജോലിയില്ലേ സാർ? ഞാൻ ഒറ്റ കാര്യം ഞാൻ BJP പ്രതിനിധിയോട് ചോദിക്കുന്നത്, ഇവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ? 10,000 വരുന്ന ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ഡിപ്ലോയ് ചെയ്തിട്ടില്ലേ? ബാക്കിയുള്ളവരെ ഇതിൽ ഡിപ്ലോയ് ചെയ്താൽ സർക്കാർ ഓഫീസ് പൂട്ടിയിടാൻ പറ്റുമോ? വില്ലേജ് ഓഫീസ് പൂട്ടിയിടാൻ പറ്റുമോ? പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിടാൻ പറ്റുമോ? സപ്ലൈ ഓഫീസ് പൂട്ടിയിടാൻ പറ്റുമോ? കേരളത്തിലെ ഈ സർക്കാർ ഓഫീസുകളിൽ തെരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് മനുഷ്യന്മാർക്ക് കാര്യങ്ങൾക്ക് പോകണ്ടേ? അവരെല്ലാവരും എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കുടിവെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് സിസ്റ്റം അതുപോലെ തന്നെ റൺ ചെയ്യണ്ടേ? ആ സിസ്റ്റത്തെ മുഴുവൻ നിങ്ങൾ തകർക്കുകയല്ലേ? അതല്ലേ സമ്മർദ്ദം? ആ സമ്മർദ്ദം കൊണ്ടല്ലേ ഇത് മുഴുവൻ ഉണ്ടാവുന്നത്. ആ സമ്മർദ്ദമാണ് പറയുന്നത് ഇത് തെറ്റാണ്. അതല്ലേ ജീവനക്കാർ ഇലക്ഷൻ കമ്മീഷനെതിരെ ജീവനക്കാർ പണിമുടക്കിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ ജീവനക്കാർ പണിമുടക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജീവനക്കാർ പണിമുടക്കിയിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്ത നയങ്ങൾക്കെതിരെ. ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ജീവനക്കാർ പണിമുടക്കിയത്. അറിയോ BJPയുടെ പ്രതിനിധി? ഇതുവരെ ഉണ്ടായിട്ടില്ല ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് പണിമുടക്ക് നടത്തിയത്. അവർക്ക് സമ്മർദ്ദമുള്ളതുകൊണ്ടല്ലേ പണിമുടക്കിയത്. ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിട്ട് ശരിയാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്നതിൻ്റെ അനൗചിത്യം അദ്ദേഹം മനസ്സിലാക്കണം. ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്, മനുഷ്യർ കാണുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യമല്ല എന്നെല്ലാവരും അംഗീകരിക്കുന്നു. നിർത്തിവെക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്.